ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ അറബിക് റൈസാണ് മദൂദ്. ഭയങ്കര ഫേമസ് ആയത് ഇതുണ്ടാക്കാൻ വേണ്ടി എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിന്. മദൂദിനൊരു സ്പെഷ്യൽ മസാല ഉണ്ട്, ഒരു സ്പൈസ് മിക്സ് ഉണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണിട്ടാ ഈ ഒരു റൈസിലെ സ്പൈസസിൻ്റെ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1 കിലോ ബസ്മതി റൈസിനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സെല്ല ബസ്മതി എടുക്കുക, അല്ലെങ്കിൽ നോർമൽ ബസ്മതി എടുക്കുക, ഏജ്ഡ് റൈസ് എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 5 കപ്പ് ഉണ്ട്. 250 ml കപ്പിൽ 5 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ അളവ്. അപ്പോൾ നിങ്ങൾ ബാക്കിയെല്ലാം ഈ 1 കിലോ റൈസിനുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നോർമൽ ബസ്മതി റൈസ് ആയതുകൊണ്ട് 3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. നിങ്ങൾ സെല്ല റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 45 മിനിറ്റോളം അല്ലെങ്കിൽ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും. അത് നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് സോക്കിൻ്റെ ടൈമും ഒന്ന് ചേഞ്ച് ആക്കണേ. ഞാൻ നോർമൽ ബസ്മതി റൈസ് എടുത്തത്, അതുകൊണ്ട് 20 മിനിറ്റ് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മദൂദിൻ്റെ മസാല ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തെല്ലാം നോക്കാം. 2 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി എടുക്കുക. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പൊടിയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ മുഴുവൻ മല്ലി വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം. ഇതിലേക്ക് നമ്മൾ വലിയ ജീരകം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒരു 10-12 ഏലക്ക എടുക്കുക. അങ്ങനെ തന്നെ ഒരു 10-12 പീസ് ഗ്രാമ്പൂ, 2 വലിയ പീസ് പട്ട, സൈസ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവല്ലോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, പിന്നെ 2-3 ബേ ലീഫ്. ഇത്രയും ഐറ്റംസ് നിർബന്ധമായിട്ടും വേണം. ഇനിയിപ്പോൾ ഉണ്ടെങ്കിലേ ഈ 2 ഐറ്റംസും കൂടി എടുക്കുക. ഇത് ബ്ലാക്ക് കാർഡമാണ്, കറുത്ത കളറിലുള്ള വലിയ സൈസിലുള്ള ഏലക്ക, അത് 1 പീസ് എടുക്കുക. പിന്നെ സ്റ്റാറില്ലേ, ഈ സ്റ്റാർ ഷേപ്പിലുള്ള സ്പൈസ്, അത് ഞാൻ കുഞ്ഞൊന്ന് നോക്കിയിട്ടാട്ടോ എടുത്തത്. കാര്യം ഒരു പ്രാവശ്യം മാത്രം മദൂദ് ഉണ്ടാക്കാനുള്ള മസാല ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ സൈസിലുള്ള ഒന്ന് മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി വറുത്തിട്ട് പൊടിച്ചെടുക്കണം. ഞാനിത് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വറുത്തെടുക്കുക. നല്ലോണം ഒന്ന് ചൂടായി വരണം. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വറുത്തിട്ട് ലാസ്റ്റോട്ട് പൊടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആദ്യം തന്നെ സ്പൈസിൻ്റെ ഒരുമിച്ച് തന്നെ പൊടി ഇടണ്ട, വല്ലാണ്ട് കരിഞ്ഞു പോവുമല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞാൽ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മദൂദിൻ്റെ മസാല റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് വെജീസ് ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി. 3 വലിയ സൈസിലുള്ള തക്കാളിയാണ് ഇതേണ്ട, നല്ല സൈസുണ്ട്. അപ്പോൾ ഇതേപോലത്തെ 3 തക്കാളി വേണം. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ 1 മീഡിയം സൈസിലുള്ള ഉള്ളിയും ഒന്നെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ. ഞാനെല്ലാം കൂടി അരക്കാനാണ് പോകുന്നത്. പിന്നെ 5-8 അല്ലി വെളുത്തുള്ളി, ഒരു 10-15 പച്ചമുളക് മുഴുവനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ക്യാപ്സിക്കം ഓപ്ഷനിലാണ്, പക്ഷേങ്കിൽ മദൂദിൽ പൊതുവേ ചേർത്തിട്ടും ഉണ്ടാക്കും, അല്ലാണ്ടും ഉണ്ടാക്കും. പക്ഷേങ്കിൽ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ തക്കാളിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് അരച്ചെടുക്കാൻ പോലെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കട്ടാക്കി എടുത്തണേ. എന്നിട്ട് ഇത് 3 കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരക്കുക. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല, തക്കാളിയിലുള്ള വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ വേണം. ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തത്. അപ്പോൾ 1 കിലോ റൈസിന് 1.5 കിലോ ചിക്കൻ. അത് വേണേൽ 1 കിലോ റൈസിന് 1 കിലോ ചിക്കന് ഉള്ള അളവിലെടുക്കുക. പക്ഷേ എന്തായാലും 1.5 കിലോളം വേണ്ട വരും, അല്ലെങ്കിൽ ചിക്കൻ്റെ അളവ് കുറഞ്ഞു പോകട്ടാ. ഇത് ഒരു ചിക്കന് ഏകദേശം 8 പീസാക്കിയിട്ടാണ് എടുത്തത്. വലിയ സൈസിലുള്ള പീസസ് വേണ്ട. പിന്നെ ഭയങ്കര മൂപ്പുള്ള ചിക്കൻ എടുക്കാണ്ടും നോക്കുക. സ്കിന്നുള്ളത് വേണമെങ്കിൽ സ്കിന്നുള്ള എടുക്കുക, അല്ലെങ്കിൽ അല്ലാത്തതും എടുക്കുക. ഇനിയിപ്പോൾ ഇതാ വലിയൊരു പോട്ട് വെക്കുക. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ 1/2 കപ്പ് ഓയിലാണ് ചിക്കനും ചോറിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഓയിലാണ്. 1/2 കപ്പ് ഞാൻ കോൺ ഓയിലെടുത്ത, സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി, അല്ലെങ്കിൽ പാം ഓയിലോ അങ്ങനെ ഏതായാലും എടുക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 2-3 ഗ്രാമ്പൂ, ഏലക്ക, ചെറിയ 2 പീസ് പട്ട, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ആ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്യാപ്സിക്കയില്ലേ, അത് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളകിൽ നിന്ന് ഒരു 5-8 എണ്ണം ഈ സമയത്തിടുക, ബാക്കി കുറച്ച് ലാസ്റ്റ് ഇട്ടാൽ മതിയേ. ഇനിയിപ്പോൾ ഇത് ഓയിൽ ഒന്ന് വാട്ടിയെടുക്കുക.
മധുത്ത് പലരും പല രീതിയിൽ ഉണ്ടാക്കും. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഒന്നുകൂടി സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കും. പക്ഷേങ്കിൽ ഇങ്ങനെ അരച്ചുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നും നിങ്ങൾക്ക്. പിന്നെ മസാല 2-3 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യും. ഞാനൊന്നും കൂടി സിമ്പിളാക്കിയിട്ട് എന്നാൽ ടേസ്റ്റ് കുറയാത്ത രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, വെളുത്തുള്ളി ഇട്ട് ഇനിയിപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിടാം. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് റൈസെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഉപ്പ് നോക്കി ഇടാം കേട്ടോ. തക്കാളി കുക്കാവുന്നതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തത്. 1.5 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. എന്നിട്ട് ഈ തക്കാളിയിൽ ഇത് മിക്സ് ചെയ്തിട്ട് മുളക് പൊടിൻ്റെ പച്ച സ്മെല്ലും പിന്നെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരച്ചിനല്ലോ, അതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ ആ ഓയിലിൽ നല്ലോണം ഒന്ന് കുക്കായി വരണം. ഓയിൽ മുകളിലോട്ടേക്ക് തെളിഞ്ഞു വരും. ആ സമയം വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിക്കുന്നുണ്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. ആ തക്കാളിയും ഓയിലും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും. ഒരു 3-3.5 മിനിറ്റ് മതിയാവും അതങ്ങനെ റെഡിയായി വരാൻ. അതൊന്ന് കുക്കാവണം കേട്ടോ. അതിന് മുന്നേ റൈസ് ഇടണ്ട. അതിന് മുന്നേ റൈസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പച്ചച്ചൊവ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. ഇനിയിപ്പോൾ ഇതിതാ ഓയിലെല്ലാം തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ അറബിക് റൈസിനെല്ലാം പൊതുവെ കുറച്ചധികം നമ്മൾ മന്തിയെല്ലാം ഉണ്ടാക്കുമ്പം കുറച്ചധികം ചിക്കൻ എന്തായാലും വേണ്ട വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 1 കിലോ അരിക്ക് 1.5 കിലോളം ചിക്കൻ എടുത്തത്. വേണമെങ്കിൽ 2 കിലോ ചിക്കൻ വെച്ചിട്ട് വരെ 1 കിലോ റൈസ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട ഡ്രൈഡ് ലെമണാണ്. അത് ഞാൻ ചെറിയ ഡ്രൈഡ് ലെമൺ ആയതുകൊണ്ട് 2 ഇട്ടണേ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ, ഇത് ഏകദേശം 4 ടേബിൾ സ്പൂണോളം സ്പൈസ് മിക്സ് ഉണ്ടാവും, മസാലപ്പൊടി ഉണ്ടാവും. അതിൽ നിന്ന് നേരെ പകുതി 2 ടേബിൾ സ്പൂണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. ബാക്കി 2 ടേബിൾ സ്പൂണ് റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കൻ നല്ലോണം വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 90% ചിക്കൻ കുക്കാവണം. എന്നാൽ വല്ലാണ്ട് അങ്ങ് കുക്കായി പോകണ്ട. റൈസും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അന്നേരം ഓവർ കുക്കായി കഴിഞ്ഞാൽ ചിക്കൻ പൊടിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഏകദേശം ഒരു 90% മാത്രം കുക്കായാൽ മതി. അപ്പോൾ മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെറിയ മൂപ്പില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് ഏകദേശം ഒരു 20 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ചിക്കൻ കുക്കായി വന്നോളും. കുറേ സമയമൊന്നും പിടിക്കില്ല. പിന്നെ ഈ വേവുന്നതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ചിക്കൻ ഒന്ന് ഇളക്കി അടച്ചിട്ടെല്ലാം വെക്കുക. നല്ല സ്മെല്ലുണ്ടാവട്ടെ ഈ സമയത്ത്. ഇതൊരു സ്പെഷ്യൽ മസാല എല്ലാം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതിനൊരു വെറൈറ്റി സ്മെല്ലുണ്ടാവും. നമ്മൾ ഓരോ അറബിക് റൈസും കാണുമ്പോൾ ചിലപ്പോൾ ഒരേപോലെ ഉണ്ടെങ്കിലും അതിൻ്റെ സ്പൈസ് മിക്സ് മാറ്റമായതുകൊണ്ട് ഓരോന്നിൻ്റെയും ഫ്ലേവറും ടേസ്റ്റും എല്ലാം നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം ഒരു 90% കുക്കായിന്. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് റൈസ് ഇടാൻ പോലെ നമ്മൾ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. വെള്ളം വാർത്തെടുത്താണ്. പിന്നെ ഈ ചിക്കനിൽ കുറച്ച് വെള്ളമില്ലേ ആ മസാലയിൽ, അപ്പോൾ അതിനനുസരിച്ചിട്ട് മതി ചോറ് വേവാനുള്ള വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ ആദ്യമേ ഏകദേശം ഒന്ന് നോക്കി വെക്കണം എത്രത്തോളം വെള്ളം ഉണ്ട് ആ ചിക്കൻ മസാലയിൽ നിന്ന്. പിന്നെ നേരത്തെ ബാക്കി വെച്ചില്ലേ ആ സ്പൈസ് മിക്സിൽ നിന്ന് ബാക്കിയുള്ളത് മൊത്തത്തിലിട്ട് കൊടുക്കുക. ഇനിയിപ്പം ഇതിലോട്ട് വെള്ളം ഒഴിക്കണം. ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ നമ്മൾ എത്ര കപ്പാണോ അരിയെടുത്ത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെള്ളം കുറച്ച് ചൂടാക്കിയിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ 5 കപ്പ് റൈസ് എടുത്തുകൊണ്ട് ടോട്ടൽ 7.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. പക്ഷേങ്കിൽ മുന്നേ ചിക്കനിൽ കുറച്ച് വെള്ളം കണ്ടുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഞാനൊരു 1.5 കപ്പോളം കുറച്ചിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആ ചിക്കൻ മസാലയിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തതിന് ഉപ്പ് എന്തായാലും കുറവായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളത്തിലുള്ള ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. എന്നാൽ റൈസ് എല്ലാം കൂടി വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ബാക്കിയുള്ള പച്ചമുളകിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പച്ചമുളക് ഇടുമ്പോൾ മന്തിയിലായാലും ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു. ഈ മുളക് നമ്മൾ കട്ട് ചെയ്യാണ്ടല്ലേ ഇടുന്നത്, അതുകൊണ്ട് കൂടുതൽ എരിവ് ഇറങ്ങുമൊന്നും ചെയ്യില്ല. പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് റൈസ് ഒന്ന് കുക്കായി ഒന്ന് പൊങ്ങി വരൂലേ, പെട്ടെന്ന് ഒന്ന് വെള്ളം ഒന്ന് കുറഞ്ഞു വരൂലേ, ആ സ്റ്റേജിൽ വേണം ഇത് അടച്ചു വെക്കാൻ. അത്രയും വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തുറന്നിട്ടിട്ട് തന്നെ വെക്കുക. ഇതേണ്ട ഇത് മൊത്തം തിള വരാൻ തുടങ്ങി. തിള വന്നിട്ട് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റൈസ് പെട്ടെന്ന് മുകളിലോട്ടേക്ക് പൊങ്ങി ആ വെള്ളമെല്ലാം ഒന്ന് കുറയാൻ തുടങ്ങും. ആ സമയത്ത് വേണം നല്ല ചെറിയ തീയിൽ ഒരു 20-25 മിനിറ്റ് അടച്ചു വെക്കാൻ. അപ്പോൾ ഇതാ ഇതിപ്പം ഓക്കെയാണ്. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ അടച്ചു വെക്കാൻ പോകുന്നത്. മുഴുവൻ വെള്ളം വറ്റാൻ നിൽക്കണ്ട. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ
ഒരു 25 മിനിറ്റോളം 20 to 25 മിനിറ്റോളം വേണമെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഫ്ലേവറെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ലോക്കായി നിന്നോളും. അങ്ങനെ ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ആക്കിയത്. നല്ല സ്മെല്ലാണ്, അടിപൊളി റൈസാണ്. ഇത് മന്തി പോലെയോ അല്ലെങ്കിൽ ഹനീത്ത് പോലെയോ അങ്ങനെയൊന്നുമല്ല, ഒരു മാറ്റം ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം മധൂത്ത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ ഹനീത്തെല്ലാം പോലെ ഉണ്ടെങ്കിലും സംഭവം വെറൈറ്റി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാണെങ്കിൽ പിന്നെയും പിന്നെ ഉണ്ടാക്കുക. മന്തിയെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും മയണൈസ് ഉണ്ടാക്കാം, മന്തിയിൽ മയണൈസ് കൂട്ടുന്നവർ, അല്ലെങ്കിൽ ഷർത്ത ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളെ തൈരിൻ്റെ കച്ചമ്പറില്ലേ അതായാലും ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.